ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കർത്തൃ ദിവസത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവമഹത്വം കാണുവാൻ, ദൈവ തേജസ് അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തി ആലയിലെ പൈശാചിക മണ്ഡലങ്ങളെ ആലയിൽ ശാസിക്കുന്ന കാണുവാൻ ആലയിടയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഫേസ്ബുക്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചില ആഴ്ചകളായി നമ്മുടെ ഈ സൺഡേയിലുള്ള ഈ സന്ദേശങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് അവിടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു പരിചയക്കാർക്ക്, സ്നേഹിതർക്ക് വേണ്ടി ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മഹാമാരിയുടെ കാലത്ത്, ഈ അന്ത്യനാളുകളിൽ പൈശാചികൻ മുഴുവനത്തോടെ പോരാടിക്കൊണ്ട് നിൽക്കുന്ന ഈ നാളുകളിൽ ദൈവം തന്നെ ജനത്തെ സൂക്ഷിപ്പാൻ, പരിപാലിപ്പാൻ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ അനേകര് മാറ്റപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, കൊയ്ത്തുകാലത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, കൊയ്തിട്ട് ഹല്ലേലൂയ നല്ല ഗോതമ്പ് മണികളെല്ലാം എന്ത് ചെയ്യും, ചാക്കിൽ കെട്ടി ഹല്ലേലൂയ കളപ്പുരയിൽ കൂട്ടിവെക്കും. അപ്പൊ അതിലെല്ലാം തീയിലിട്ട് കത്തിച്ചു കളയും. അപ്പൊ ചിലതിനെ എന്ത് ചെയ്തു, മണിയായ ചിലതിനെ ശേഖരിച്ചെടുത്തിട്ട് ഹല്ലേലൂയ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജീസസ്. എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്ന, ഈ ചാക്കെല്ലാം കൂടെ അഴിച്ചിട്ടിട്ട് ഒന്നിച്ചു കൂടുന്ന ഒരു സമയം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ശേഷിച്ചിരിക്കുന്ന നാമം ഈ നാളുകളിൽ വളരെ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട നാളുകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഷാജിന്റെ സമയം തീരാറായി എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ മുഴുവനത്തോടെ പോരാടിക്കൊണ്ടിരിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുമെന്ന് വചനം പറയുന്ന പോലെ വൃതന്മാരെയും തെറ്റിച്ചുകൊണ്ടിരിക്കണം. വിവിധ നിലകളിൽ, ഉപദേശത്തിന്റെ വിഷയങ്ങളിൽ, ലോകത്തിൻ്റെതായ നിലകളിലൊക്കെ റൂട്ട് മാറ്റിവിട്ട് ഹല്ലേലൂയ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവജനം ശക്തമായി ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. യൂദാ പറയുന്ന പോലെ വീഴാതെ വന്ന് അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്നുള്ള വാസം. ഹല്ലേലൂയ, സ്തോത്രം. ദൂതന്മാരോടും വിശുദ്ധന്മാരോടും ചേർന്നുള്ള ആ സന്തോഷം, അതിൻ്റെ അനുഭവങ്ങൾ ഹല്ലേലൂയ നമുക്ക് എത്രയോ വർണ്ണനീയമാണ്. ഹല്ലേലൂയ, അതാർക്ക് വിവരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, അതിലേക്ക് പ്രവേശിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും സമയം നമുക്കറിയത്തില്ല. പക്ഷേ പൂർണ്ണമായ ഒരു മാറ്റത്തിന്റെ സമയം നമ്മുടെ മുമ്പിൽ ഏറ്റവും അടുത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചു പോലെ സായങ്കാല സമയം 5 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മങ്ങല് വരും. സ്തോത്രം. പിന്നെ പതുക്കെ പതുക്കെ മങ്ങി മങ്ങി രാത്രി കഴിയുമ്പോഴേക്കും ഇരുൾ വീഴും. അല്പം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണ ഇരുട്ട് വ്യാപരിക്കും. ഇതുപോലെ ആ 5 മണിയുടെ സമയം നമ്മൾ എത്തി നിൽക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 35-36 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 37 ചേർത്ത് വായിക്കാം. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് നാം അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ കാലങ്ങൾ തീരാറാകുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ വരാൻ പോകുന്ന കാലങ്ങളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ യേശു കർത്താവ് പറയുകയാണ്, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന സമയത്തോ ഏത് നേരത്ത് രാവിലെയോ എപ്പോൾ വരുമെന്ന്
അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് ആർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ യേശു കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് ആർക്കും അറിയത്തില്ല. സന്ധ്യയ്ക്ക് വരുമ്പോഴോ, അർദ്ധരാത്രിക്കാണോ, കോഴി കൂവുന്ന വെളുപ്പാങ്കാലത്താണോ, ഹല്ലേലൂയ, അല്ല രാവിലെയാണോ, ആർക്കും അറിയത്തില്ല. മധ്യ ഉച്ചയ്ക്കാണോ, ആർക്കും അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യണം? ഏത് സമയത്താണേലും വരുന്നത് പെട്ടെന്ന്. നൊടിക്കുന്നിടയിൽ കാഹളം ധ്വനിക്കും, വിടുവിടൂന്ന് ഹല്ലേലൂയ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് പറന്നുയരും. അതോടുകൂടെ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. ഇത് പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞേ പെട്ടെന്ന് വന്നിട്ട് എന്ത് പറഞ്ഞേ? ആരെ? നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന്. അല്ലേ? പറന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും പറക്കത്തില്ല. അതാ അതിന്റെ അർത്ഥം. ജീസസ് പെട്ടെന്ന് ഒരു യജമാനൻ. നമുക്ക് 10 കന്യന്മാരുടെ ആ കാര്യം കൂടെ പറയുമ്പോൾ 10 പേരും കാത്തിരുന്നു. പെട്ടെന്നാണ് മണവാളൻ വരുന്നു എന്നുള്ളൊരു ആർപ്പൂസിന്റെ സ്വരം കേട്ടത്. ആർപ്പിന്റെ സ്വരം. പെട്ടെന്ന് അവരെല്ലാവരും ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു? അവരുടെ എല്ലാം കയ്യിലെ വിളക്ക് കത്തിക്കാൻ 5 പേരെ വിളക്ക് കത്തിയത് കേട്ടോ. ആര്? അപ്പൊ ഉറങ്ങിപ്പോയാലും അകത്തെ മനുഷ്യൻ ഉണർന്നിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ആത്മാവ് ജ്വലിച്ചിരിക്കുന്നുണ്ട്. ശരീരം ഉറങ്ങിയാലും ആത്മാവ് ഉണർന്നിരിക്കുന്നവരുണ്ട്. മറ്റൊരു കൂട്ടര് ശരീരം ഉറങ്ങും, ആത്മാവ് ഉറങ്ങും. അങ്ങനെയുള്ള കൈ അബദ്ധം പറ്റിയേ. ഏത്? ആത്മാവ് ഉറങ്ങിപ്പോയത് കൊണ്ട് ശരീരം പെട്ടെന്ന് ഉണർന്നെങ്കിലും വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല അവർക്ക്. എന്നാ? ആത്മാവാകുന്ന വിളക്ക് കെട്ടുപോയി. ജീസസ്, ഹല്ലേലൂയ. അപ്പൊ യജമാനൻ പെട്ടെന്ന് വന്നാൽ നിങ്ങൾ ഉറങ്ങുന്നവരായി. ആഹാ, പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നവരായി കണ്ടെത്തിയാൽ പോയി, കഥ പോയി, കാര്യം കഴിഞ്ഞു. ഹല്ലേലൂയ. അത്രയും നാള് ഓടിയത് വെറുതെയായി. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം പറഞ്ഞേ? ഉണർന്നിരിക്കണം. ഈ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരം ഉറങ്ങരുതെന്നല്ല അതിന്റെ അർത്ഥം. ആത്മാവ് ഉണർന്നിരിക്കണം. ആത്മാവ് ഉണർന്നിരിക്കണം. സദൃശ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. യഹോവയുടെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ വിളക്ക. വിളക്കിനകത്തോട്ടാ ആത്മാവിന്റെ എണ്ണ പകരുന്നത്. ആ ആത്മാവാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരുന്നെങ്കിലേ ഈ വിളക്ക് കത്തിച്ചവനുമായി ഒരു ബന്ധം നടക്കത്തുള്ളൂ. പ്രകാശം, യേശുവിന്റെ പ്രകാശം അതിലേക്ക് അടിക്കുമ്പോൾ ആ വിളക്കങ്ങോട്ട് ശോഭിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആത്മാവും പരിശുദ്ധാത്മാവും, മനുഷ്യാത്മാവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു കൂടുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ പിതാവിന്റെ ആഴങ്ങൾ ആരായുന്നതിനാൽ പിതാവിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഓരോരുത്തർക്കും വേണ്ടി ഒരുത്തിരിയുന്ന പദ്ധതികൾ പരിശുദ്ധാത്മാവ് ഇടപെടും അറിയിച്ചു തരും. അപ്പൊ ഇതറിഞ്ഞ് കിട്ടണമെങ്കിൽ ഹല്ലേലൂയ എന്ത് വേണം? ആത്മാവാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. കത്തി തീരാനല്ല, കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ കത്തിക്കൊണ്ടേയിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞ ഉറങ്ങരുത്. യജമാനൻ ഏത് സമയത്തും വരാം. ഏത് സമയത്ത് വന്നാലും ഉണർന്നിരുന്നോണം. ഒറ്റ മുട്ടുമുട്ടുമ്പോഴേ, അല്ലെ, ഒരു ബെല്ലടിക്കുമ്പോഴേ യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞ് നിൽക്കത്തക്കവണ്ണം ആത്മാവിൽ തീ പിടിച്ചു നിൽക്കണം. ഈ അന്ത്യനാളുകളിൽ ആത്മാവിലൊരു തീ പിടിച്ച് നിൽക്കുന്ന അനുഭവം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ.
നമ്മൾ ചുറ്റും കാണുന്ന പല പല പ്രവൃത്തികളും ഇടപാടുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകാൻ 90% സാധ്യത. നമ്മൾ വിശ്വസിച്ചിരുന്ന പലരും ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ, പലരുമായി കൂട്ടുകൂടുന്ന കാണുമ്പോൾ, അവരുടെ വ്യക്തിപരമായ പ്രവൃത്തി കാണുമ്പോൾ ഒക്കെ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടിക്കണം. ആരെങ്കിലും നോക്കി പോയെങ്കിൽ ഓട്ടം തെറ്റിപ്പോകും. അതുകൊണ്ട് ആരെ നോക്കരുത്, യേശുവിനെ നോക്കണം. കാരണം ഈ അന്ത്യനാളുകളിൽ അനേകരുടെ ഓട്ടം തെറ്റുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഇനി വെളിപ്പെടും, ഇനി കാണും, കേൾക്കും. അതൊന്നും കണ്ട് ക്ഷീണിച്ചു പോകാനല്ല. കാരണം യേശു പറഞ്ഞില്ലേ, വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പേരെ മറന്നു പോകണം അർത്ഥം അല്ലേ. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞ പോലെ എങ്ങനെയും പറന്നു പോകണം. ഇവിടെ കിടന്ന് വട്ടം കറങ്ങി പിശാചിന്റെ മുദ്രയേറ്റ് എന്തോ നീങ്ങത്തുന്ന നീപ്പൊയ്യിലേക്ക് പോകാനല്ല ജീസസ്, മറിച്ച് മുദ്രയേൽക്കാതെ ഇവിടുന്ന് പറന്നു പോകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേ, പെട്ടെന്ന് യജമാനം വരുന്നേ. നമ്മളിപ്പോ വചനങ്ങൾ വായിച്ചാൽ വചനത്തിലെ വ്യക്തമായി പറയുന്നു, തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ ശക്തമായി പറയുന്നു, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ വരവ് ആകുന്നു. കള്ളൻ പറഞ്ഞിട്ടൊന്നുമല്ല വരുന്നത്. അതുപോലെ തന്നെ യേശു വരുന്നത് ആരോടും പറയത്തില്ല. യേശുവിനോട് ചോദിച്ചു, കർത്താവ് നിന്റെ വരവ് എപ്പോഴാ? യേശു പറഞ്ഞ കാര്യം, സ്വർഗത്തിലെ പിതാവല്ലാതെ പുത്രനും കൂടെ അതറിയുന്നില്ല. ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് താമസിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടവർ ഉറങ്ങിപ്പോയവരുണ്ട്, പുറകോട്ട് പോയവരുണ്ട്. മടങ്ങി വരുന്നെങ്കിൽ അവരും കൂടെ രക്ഷപ്പെട്ടോട്ടെ. അല്ല, ഇന്ന് വരെ യേശുവിനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് രക്ഷപ്പെട്ടോട്ടെ. അതിനു വേണ്ടിയിട്ടാണ് താമസിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുവേള നിങ്ങളിൽ ചിലരെ ഓർത്തിട്ടായിരിക്കും കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ ഇൻഡെഫിനിറ്റായിട്ട് അങ്ങ് പോകത്തില്ല, ഓർത്തോണം. ഹല്ലേലൂയ. ഒരു വാക്യം കൃത്യമായി കിടപ്പുണ്ട് റോമാലേഖനത്തിൽ, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളും യഹൂദനെ അംശമായി കാഠിന്യം അനുഭവിക്കേണ്ടതാകുന്നു. അപ്പം ഒരു പൂർണ്ണ സംഖ്യയുടെ കണക്കുണ്ട്. അത് തികയുന്ന നിമിഷം കാവളം ധരിക്കും. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് സമയത്ത് യജമാനൻ വരുമെന്ന് നമുക്കറിയത്തില്ല. ഉണർന്നിരിക്കണം, ആത്മാവ് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരനുഭവത്തിന്റെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ശീതവാനാണോ? അല്ല. ഉഷ്ണവാനാണോ? അല്ല. ആത്മാവിൽ എരിവുണ്ടോ? ഇല്ല. ആത്മാവ് പ്രാപിച്ചോ? അതും ഇല്ല. അപ്പൊ ഇതൊന്നും അല്ലാത്തൊരു അനുഭവത്തിൽ പ്രാപിച്ചത് പോയി. ജീസസ്. ഹല്ലേലൂയ. ഒരു കാലത്ത് നന്നായി അന്യഭാഷ പറയുകയും ആരാധിക്കുകയും ഹല്ലേലൂയ ആത്മാവിന്റെ തീയുടെ അനുഭവം പ്രാപിക്കുകയും ഒക്കെ ചെയ്തവരാ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പ്രവചിക്കുമായിരുന്നു, ഹല്ലേലൂയ വെളിപ്പാടുകൾ കാണുമായിരുന്നു, നന്നായി വ്യാഖ്യാനിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, എല്ലാം പോയി. ജീസസ്. അന്യഭാഷ തന്നെ പണ്ട് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീസസ്. എന്താ സംഭവിച്ചോ? ഉറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, മറുവശം മറക്കരുത്. പിശാച് അവന്റെ സമയം അടുത്തു എന്ന് കണ്ട് മുഴുബലത്തോടെ പോരാടിക്കൊണ്ടിരിക്കുക, മുഴുബലത്തോടെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജീസസ്. എന്നാ കാര്യം? കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കണം. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഉണരാം പ്രിയമുള്ളവരെ, ഉണരാം. ഈ കാലത്തിലെ സംഭവങ്ങൾ
നന്നായി മനസ്സിലാക്കണം. നടക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. മനുഷ്യന്റെ ആ ലെവലുകൾ മാറിയത് നമ്മൾ തിരിച്ചറിയണം. ജീസസ് ഒരു 10-15 വർഷം ഒക്കെ പുറകെ നോക്കിയാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും വല്ലപ്പോഴും കേൾക്കുമായിരുന്നു. അവിടെ അന്നുടനെ നമ്മൾ പറയാം, അതിവിടെ അല്ലല്ലോ, വടക്കേണ്ടിയിലല്ലേ എന്ന് പറയുമായിരുന്നു. സ്വത്രം അല്ലേലിയ. പിന്നെ വടക്കേണ്ടിയിൽ നമ്മൾ വർദ്ധിച്ചു, വല്ലാത്ത അവസ്ഥയിലായി. അപ്പത്തെ അത് പതുക്കെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയും നമ്മുടെ ഈ കേരളത്തിലേക്കും വന്നു. ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരതകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പനെന്നോ മകനെന്നോ അമ്മയെന്നോ മകനെന്നോ മകളെന്നോ അല്ലേലിയ സ്വന്തമോ ബന്ധമോ എല്ലാം മറന്നിട്ട് സ്നേഹത്തിന്റെ കണിക പോലും മനുഷ്യനിൽ നിന്ന് പോയി. ജീസസ് അവനവന്റെ കാര്യം, സ്വന്തം കാര്യം സിദ്ധാഭാവം, അതിനെന്തും ഞാൻ ചെയ്യും. ആ ഒരു നിലവാരത്തിൽ മനുഷ്യനെത്തി. ഇതിന്റെ അർത്ഥം പിശാചിന്റെ ക്രൂരത മനുഷ്യനിലേക്ക് കുത്തിവെച്ച് അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ക്രൂരത പ്രവർത്തിക്കാൻ മനുഷ്യന് മടിയില്ലാതായി മാറിയത്. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാലത്തിന്റെ പോക്ക് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ക്രൂരതയും ദുഷ്ടതയും മ്ലേച്ഛതയുമായി അധിക കാലം പോകത്തില്ല. ഹല്ലേലൂയ. ഉദാഹരണ പുസ്തകത്തിൽ ഉദാഹരണം, ഹല്ലേലൂയ, ഇതുപോലെ മ്ലേച്ഛതയായിരുന്നു ഇന്ന് ചാവുകടൽ എന്നറിയപ്പെടുന്ന, ഡെഡ് സീ എന്നറിയപ്പെടുന്ന, ഹല്ലേലൂയ, സോദോം ഗോമോറയും അതിനോട് ചേർന്ന 2-3 സ്ഥലങ്ങൾ. ഹല്ലേലൂയ, സ്വത്രം. വളരെ സമ്പത്തും കാര്യങ്ങളും ഒക്കെയുള്ള പട്ടണങ്ങളായിരുന്നു. പക്ഷെ മ്ലേച്ഛത അതിന്റെ ആഴത്തിൽ വർദ്ധിച്ചപ്പോൾ ഭൂമി നിലവിളിക്കാൻ തുടങ്ങി. ഭൂമി, മനുഷ്യരല്ല, ഭൂമി, സ്വത്രം നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോ നമുക്കറിയാം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അബ്രഹാമിന്റെ അടുക്കൽ വന്നു. സ്വത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അടുക്കൽ വന്ന നിലവിളിക്കൊത്തവണ്ണം അവിടെ എന്ത് നടന്നു എന്ന് ഞാനിന്ന് പോയി നോക്കട്ടെ. ജീസസ്. അപ്പോഴാണ് അബ്രഹാം ഇടിവിൽ നിൽക്കുന്നത്. 50 പേരെ തുടങ്ങി ഹല്ലേലൂയ, അവസാനം 5 പേരിലെത്തി. ഹല്ലേലൂയ. അതെ, 10 പേരിലെത്തി. ജീസസ് 10 പേരോടില്ലായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് സംഭവിച്ചു? ആകാശത്തുനിന്ന് ഗന്ധകവും തീയും ഇറങ്ങി ആ ദേശങ്ങളെ കത്തിച്ചു കളഞ്ഞു. ജീസസ്. കണ്ടു, മനുഷ്യന്റെ മ്ലേച്ഛത വർദ്ധിച്ചപ്പോൾ ഭൂമി നിലവിളിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് ഈ കാലം, അതുപോലെ എത്തിക്കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഇതിനപ്പുറത്ത് പെട്ടെന്ന് ഒന്ന് സംഭവിക്കും. പെട്ടെന്ന് അന്നത്തെ പോലെ കത്തിക്കല്ല, മറിച്ച് മറ്റൊരാളുടെ കയ്യിലേക്ക് ഇതിനെ കൊടുക്കുവാനുള്ള സമയമായി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ല, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഹല്ലേലൂയ. മറ്റൊരാളുടെ കയ്യിലേക്ക് ഈ ഭൂമിയെ കൊടുക്കുവാനുള്ള സമയം ഏറ്റവും അടുത്തു. അതാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഏകലോക ഗവൺമെന്റിന്റെ സ്ഥാപകനായി കടന്നു വരുന്ന ഏകലോക ഭരണകർത്താവ് രംഗപ്രവേശം ചെയ്യുവാനുള്ള സമയം ഏറ്റവും അടുത്തു. കാരണം പിശാച് തന്റെ ക്രൂരതകളെല്ലാം മനുഷ്യരിലേക്ക് കുത്തിവെച്ച് അല്ലെങ്കിൽ അതവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അർത്ഥം ദൈവത്തിന്റെ സ്നേഹം വിട്ടുപോയി. ദൈവസ്നേഹം മനുഷ്യരിൽ ഇല്ല. വളരെ കുറച്ചുമില്ലേ അതിൽ വിശ്വസ്തരെ കാണുവാൻ വളരെ പ്രയാസമായി. വിശ്വസ്തരെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ പോലും വിശ്വസ്തത ഇല്ലാത്ത ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഉണർന്നിരിക്കാം.
സംഭവങ്ങൾ കണ്ട് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചിട്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പൊ ഇത്രയും നാളും ചെയ്തൊന്നും കർത്താവ് പറയുന്നതല്ല. നോക്കിയേ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അതൊന്നും പൂർണ്ണതയുള്ള അല്ലെന്ന്. പഴയ നിയമത്തിലെ പ്രവചന പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട വസ്ത്രം പോലെയാണ് എന്റെ മുന്നേ. അപ്പൊ ഇതൊന്നും ചെയ്തൊന്നും കർത്താവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസാദിപ്പിക്കാൻ പറ്റാൻ. അവന്റെ കൃപ വെളിപ്പെട്ടെങ്കിലേ നടക്കത്തുള്ളൂ. സ്വത്വം. അപ്പൊ ഇവിടെ പറയുന്നു, എന്നാ പറഞ്ഞേ, ജീവനുള്ളവനെന്ന് അല്ല വായിച്ചേ, ഉണർന്നിരിപ്പീൻ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, ചാവാറായ ശേഷിപ്പുകളെ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, നീ മരിച്ചവനാകുന്നു. നിനക്ക് ആത്മാവിൽ നീ ക്ഷീണിച്ചു പോയി. ചിലർക്ക് ആത്മമരണം സംഭവിച്ചു. ഹല്ലേലൂയ. എന്തിനാ പറഞ്ഞേ? എന്നിട്ട് ചാവാറ ഇപ്പൊ ചിലരിപ്പം ചരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിയിരിക്കുക, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ചത്തുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ശക്തീകരിച്ചോ, ബലപ്പെടുത്തിക്കോ, ആത്മാവിനെ സ്വീകരിക്ക. അകത്തൊരു കത്തൽ വന്ന് നീ ബലപ്പെട്ട് എഴുന്നേക്കട്ടെ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ എന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി അതൊന്നും പൂർണ്ണതയുള്ളതല്ലെന്ന്. ആകയാൽ നീ പ്രാപിക്കുകയും, പക്ഷെ നീ എന്ത് ചെയ്യണം? ഇനി പ്രാപിച്ചത് കേൾക്കുകയും ചെയ്തത് കേട്ടത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും. അത് കാത്തുകൊള്ളുക മാത്രം പോരാ, ഇനി മാനസാന്തരപ്പെടണം. അപ്പൊ ഒരു കാലത്ത് നീ പ്രാപിച്ചു, ഒരു കാലത്ത് നീ കേട്ടു. ഹല്ലേലൂയ. എന്നിട്ടാ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ എന്തായി സംഭവിച്ചത്? നീ കേട്ടതും ഹല്ലേലൂയ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത്. കേട്ടോ, കഴിഞ്ഞ നാളുകളിൽ നീ പ്രാപിച്ചത് കേട്ടത് എങ്ങനെയാണ്? മറക്കരുത്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം പറഞ്ഞേ? കാത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യുക. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളണം. അല്ലേ? കാത്തുകൊണ്ടാ പോരാ, മാനസാന്തരപ്പെടാം. പിന്നെ മാനസാന്തരപ്പെടാം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ജീസസ്. നമ്മൾ മരണം നമ്മെ വേർതിരിക്കോ, കാകളം ധരിക്കോ, ഏത് ആദ്യം സംഭവിക്കുന്നു അതുവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ആരും പെർഫെക്റ്റ് അല്ല. പറയുന്ന ഞാനും കേൾക്കാം, നിങ്ങളും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്നാ കാര്യം? ഒരിക്കൽ പ്രാപിച്ചതും കേട്ടതും എങ്ങനെയെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഇതൊക്കെ പ്രാപിക്കാനും കേൾക്കാനും ഇടയായതെന്ന് മറന്നു പോകരുത്. പക്ഷെ അനേകർക്ക് എന്ത് പറ്റി? അനേകർ പ്രാപിച്ചു, കേട്ടു, പിന്നെ മറന്നുപോയത് കൊണ്ട് വിളക്ക് കെട്ടുപോയി. ജീസസ്. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? മാനസാന്തരപ്പെടുകയും ചെയ്തു. ഉണരാതിരുന്നാൽ ഓ ഹല്ലേലൂയ. അപ്പൊ നീ പ്രാപിച്ചതും കേട്ടതും ഒക്കെ മറന്നുപോയി. ഇപ്പൊ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അനുഭവത്തിലായതുകൊണ്ട് നീ മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യേശു മർക്കോസിൽ എന്നാ പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. ഏത് നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട്
പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. പെട്ടെന്ന് വന്ന് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചു പോയവരായി, ആത്മാവിൽ ഉറങ്ങിപ്പോയവരായി, ആത്മാവിൽ ഒരു അനുഭവം ഇല്ലാത്തവരായി, പണ്ട് പ്രാപിച്ചതായിരുന്നു, പണ്ട് കേട്ടതായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇപ്പൊ ഉറങ്ങിപ്പോയി. അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണരണം, ഉണരണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഉണരരുതെന്ന് പറഞ്ഞ പിശാചി മൂടുപടമിടുന്നത്. ഒരിക്കൽ പ്രാപിച്ചവരുണ്ട്, കേട്ടവരുണ്ട്, ആ കേട്ടും പ്രാപിച്ചും ശക്തിയോടെ നിന്നവരുണ്ട്. പക്ഷെ അവരറിയാതെ അവരുടെ മേൽ മൂടുപടം വീണു, അവരുറങ്ങിപ്പോയി, ക്ഷീണിച്ചു പോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിശാച്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അവൻ തന്ത്രങ്ങളിൽ കൂടെ പ്രാപിച്ചതും കേട്ടതും ഒഴുകിപ്പോകത്തക്കവണ്ണം മൂടുപടമിട്ട് ഒതുക്കി കളഞ്ഞു ജീസസ്. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായിപ്പോയെ? ശീതവാനുമല്ല ഉഷ്ണവാനും അല്ലാത്ത അവസ്ഥയിലായിപ്പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണരണം. ഉണർന്ന് ആ മൂടുപടത്തിന്റെ കീഴിൽ നിന്ന് പുറത്തു വരണം ജീസസ്. ഇല്ലെങ്കിൽ യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഈ മൂടുപടത്തിന്റെ കീഴിൽ സുഖമായി ഉറങ്ങുന്ന സമയത്ത് യജമാനൻ വരുന്നെങ്കിൽ കൈവിട്ടു പോകും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി പരിശുദ്ധാത്മാവേ. ഓ നന്ദി യേശുവേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1 പത്രോസ് 3:10 വായിച്ചേ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും. ഒരു മുന്നറിയിപ്പ് പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും. ശുഭകാലം. അപ്പൊ ജീവനെ, അത് സാധാരണ ജീവനല്ല, മരിക്കാൻ ജീവിക്കുന്ന കാര്യമല്ല പറയുന്നത്, നിത്യജീവനെ ആഗ്രഹിക്കുകയും. പിന്നെ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഒരു ശുഭകാലം കാണുവാൻ ചെയ്യുന്നവൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ നാക്കിനെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടവന് ഗുണം ചെയ്യുകയും. സ്തോത്രം. ജീവനെ ആഗ്രഹിക്കുന്നത്, ഒരു ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ദോഷം ചെയ്യരുത്, ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ. പിന്നെ വ്യാജം പറയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാവ് കൊണ്ട് തീരുമാനം എടുത്തിട്ട് പറയാം, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അതെ, അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഹാലേലൂയ. ഞാൻ കടിഞ്ഞാണെടുത്ത് സൂക്ഷിച്ചു. ഹാലേലൂയ. അപ്പം ദോഷം ചെയ്യാതെ, ദോഷം ചെയ്യരുത്. നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദോഷം ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യാം? വ്യാജം പറയരുത്. ജീസസ്. ഹാലേലൂയ. വലിയ മഹാത്മാക്കളാന്ന് വിചാരിക്കുന്നവരെ ആ വ്യാജം കൂടുതൽ പറയുന്നത്. ജീസസ്. പ്രിയമുള്ളവരെ, വ്യാജം പറയാതെ എന്ത് ചെയ്യണം? അതരത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. 2 കാര്യത്തിനാ പറഞ്ഞേനാ? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുകയും ഇച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ നാവിനെ കുറിച്ച് പറഞ്ഞ, നാവ് ഒരു വലിയ തീയ. അതെന്ത് ചെയ്യുന്ന പറഞ്ഞേ? ജീവചക്രത്തിന് തീ പിടിപ്പിച്ചിട്ട് ആത്മാവിനെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങൾ ഉവയെന്ന് പറഞ്ഞാൽ ഉവയെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. അതിനപ്പുറത്ത് വരുന്ന എവിടെ നിന്ന് വരുമെന്നാ പറഞ്ഞേ? ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. പോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഒരു വാക്യം മറക്കണ്ട. എന്ത്? യജമാനനാകുന്ന യേശു ഏത് സമയത്ത് വരും നമുക്കറിയത്തില്ല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലം നന്നായി നമ്മൾ ഈ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാലം മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കതിന് ബുദ്ധിയും കണ്ണും ഒക്കെ തന്നിരിക്കുന്നത്. കണ്ട് ചെവി കേട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ എല്ലാ അർത്ഥം ഇത് മറ്റൊരുവന്റെ കയ്യിലേക്ക് മാറുവാൻ സമയം അടുത്തു. എന്നാൽ അതിനു മുൻപ് തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരും. മറ്റൊരുവന്റെ കയ്യിലേക്ക് ഇത് മാറ്റപ്പെടുന്നതിന് മുൻപ് യേശു മടങ്ങി വരും. തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കും. അപ്പോൾ ആ സമയം ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന്? ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഈ കാലം ഇച്ചിരി വിഷമമുള്ള കാലമാണ്. യെശയ്യാ പ്രവചനം ഹല്ലേലൂയ ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നോക്കി. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോളൂ? സമാധാനമുള്ള ദേശത്തെ നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിൽ വായിക്കുന്നത്, നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു. കണ്ടോ? അപ്പൊ നിവാസികളുടെ ദുഷ്ടത നിമിത്തം ചെറിയ രണ്ട് കാര്യം പറയാണ്. എന്ത് ചെയ്യുന്നു? മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ നോക്കിയാൽ, നമ്മൾ ലോകത്തേക്ക് നോക്കി ഇഷ്ടംപോലെ കാണാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിവാസികളുടെ ദുഷ്ടത നിമിത്തം. ഹല്ലേലൂയ. ഏതോ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിൽ തന്നെ വന്ന വാർത്തയാണത്. ഹല്ലേലൂയ. ഒരു ഈ ചെറിയ ഇടുക്ക് പോലെയുള്ള ഒരു കടലിന്റെ ഭാഗത്ത് അനേക ഡോൾഫിനുകളെ വെട്ടിക്കൊന്നു. എന്നിട്ട് ആ ഭാഗത്തെ വെള്ളം അങ്ങ് രക്തതുല്യമായി മാറി. എല്ലാ വർഷവും നടക്കുന്ന ഒരു ആചാരമാണെന്നാ പറയുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അത് മീഡിയകളിൽ വന്ന് വലിയ പ്രശ്നമായി മാറി. അപ്പൊ നോക്കി, സത്യത്തിൽ ആ ഡോൾഫിനുകളൊക്കെ എത്ര നല്ല മീൻ വർഗത്തിൽപ്പെട്ടതാണേലും മനുഷ്യനുമായി നല്ല ഇണങ്ങുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മത്സ്യ ഇനത്തിൽപ്പെട്ടതാണ്. അതുങ്ങളെ വെറുതെ വെട്ടിക്കൊന്നു. അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തി കണ്ടോ? അപ്പൊ നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കി, കാലത്തിന്റെ വരവ് കണ്ടോ? നമ്മൾ ഓൾറെഡി ഇതിലെ കണ്ടോണ്ടിരിക്കാം. കാലത്തിന് വന്ന മാറ്റം കണ്ടോ? സ്വത്രം. അപ്പൊ അടുത്ത ബോധിക്കാണ്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ. ഹല്ലേലൂയ. കുറെ വർഷങ്ങൾ പുറകോട്ട് നോക്കിക്കേ, കാലാളുകളോടുകൂടെ ഓടുന്ന ഒരു സമയമാണ്. കാലാളുകളോടുകൂടെ ഓടി ഒരുപാട് പേര് ജയിച്ചു, ഒരുപാട് പേര് ക്ഷീണിച്ചു പോയി. എന്നാൽ ഇപ്പോ എങ്ങനെ നിൽക്കുന്നേ? കുതിരപ്പടയോടുകൂടെ ഓടുന്ന സമയമാണ്. ഞാൻ തെളിയിച്ചു തരാം വചനത്തിൽ കൂടെ. കുതിരപ്പടയോടുകൂടെ ഓടുന്ന സമയമാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് അല്ലേ? സമാധാനം ഉള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയത് വാതൊക്കെ വന്ന് നിൽക്കുക. അല്ലേ? നമുക്ക് അവിടേക്ക് പോകാം. യോർദാന്റെ വൻകാടിന്റെ അനുഭവം, ആമസോൺ കാടുകളെ പോലെയുള്ള, അത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആമസോൺ കാടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണത്. ഹല്ലേലൂയ. അകത്ത് കയറി വഴിതെറ്റിപ്പോയി രക്ഷപ്പെടുകയില്ല. ജീസസ്. ഹല്ലേലൂയ. മനുഷ്യരെ തിന്നുന്ന മീനുകള്, മനുഷ്യരെ തിന്നുന്ന നരഭോജികളായ മനുഷ്യര്, അങ്ങനെ വിവിധ തലത്തിലുള്ള ഹല്ലേലൂയ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാടുകളാണ് ആമസോൺ കാടുകൾ. ഹല്ലേലൂയ. സ്തോത്രം. അത് പറഞ്ഞ് അതിനോട് തുല്യം ഉപമിച്ച് ഇപ്പൊ പറഞ്ഞിരിക്കുക എന്താ? അന്ന് പറഞ്ഞിരിക്കുക യോർദാന്റെ വൻ കാടുകൾ. സ്വന്തം. അപ്പോ ആ കാലാളുകളോട് കൂടി ഓടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പോയി.
ഇപ്പോ കുതിരകളോടുകൂടെ ഓടുന്ന ഒരു സമയത്ത് നമ്മൾ നിൽക്കുകയാണ്. കുതിരകളോടുകൂടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സമാധാനം ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഇതുവരെ നിർഭയനായിരുന്നു. പക്ഷേ സമാധാനം മാറി. എവിടെ ഇപ്പൊ സമാധാനമുള്ള? ജീസസ്. കേൾക്കുന്ന മനുഷ്യന്റെ ക്രൂരതകൾ നോക്കിക്കേ. പിശാച് ക്രൂരത കുത്തിവെച്ച് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ സമാധാനം ഉണ്ടോ ഇന്ന് ദേശത്ത്? ഹല്ലേലൂയ. മഹാമാരി ഒരു വശത്ത് താണ്ഡവമാടുന്നു. ഹല്ലേലൂയ. മറുവശത്ത് മറ്റ് രോഗങ്ങൾ കഠിനമായി മനുഷ്യനെ പീഡിപ്പിക്കുന്നു. സ്തോത്രം. അപ്പൊ തന്നെ പിശാച് അതിശക്തമായി മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പോരാഞ്ഞിട്ട് മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നു. ജീസസ്. ഹല്ലേലൂയ. അപ്പോ സമാധാനം ഉണ്ടായിരുന്നപ്പം നിർഭയനായിരുന്നു. ഇപ്പൊ അത് പോയി. അപ്പൊ കുതിരയുടെ കൂട്ടത്തിൽ മുൻപിൽ ഓടേണ്ട സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് നോക്കിക്കേ. അതിനോട് ചേർന്ന് നമുക്ക് നോക്കാം ആ രാജാക്കന്മാരുടെ പുസ്തകം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. അതിന്റെ 18-ാം അധ്യായത്തിന്റെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം 44 മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകാ എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിലെത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. വലിയ അത്ഭുതപരമായ ദൈവത്തിന്റെ പ്രവൃത്തി നടത്തിയിട്ട് നിൽക്കുകയാണ് ആര്? ഏലിയാവ്. യാഗപീഠത്തിന്മേൽ തീയിറക്കി, അക്ഷരികമായി തീയിറക്കി യാഗപീഠത്തിൽ യാഗവസ്തുവിനെ കത്തിച്ചു ചുറ്റുമൊഴിച്ച വെള്ളത്തെ പറ്റിച്ചു കളഞ്ഞ് ഹല്ലേലൂയ ഇസബേലിന്റെയും ബാലിന്റെയും പ്രവാചകന്മാരുടെ മധ്യത്തിൽ യഹോവ ദൈവമെന്ന് വെളിപ്പെടുത്തി. ജനം അത് ഏറ്റുപറഞ്ഞു. ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാരെ വെട്ടിക്കൊന്നിട്ട് മടങ്ങി പർവ്വതത്തിൽ കയറി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൈപ്പത്തി പോലൊരു മേഘം കയറി വരുന്നത് ബാല്യക്കാരൻ കണ്ടിട്ട് വന്നപ്പോൾ ബാല്യക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പോയി ആഹാബിനോട് പറ, രാജാവിനോട് പറ, വേഗത്തിൽ രഥം പൂട്ടി മഴ തടുക്കാതിരിക്കുകയാണെങ്കിൽ വേഗം വയ്ക്കോ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറഞ്ഞിട്ട് എന്തെന്നാ പറയുന്നത്? യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അഥവാ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഏലിയാവിന്മേൽ വന്നു. പ്രിയമുള്ളവരെ, പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അതിനോട് ചേർന്ന് നടക്കേണ്ട വലിയൊരു പ്രവൃത്തി കൂടെ ഉണ്ടായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. അടുത്തത് 850 പ്രവാചകന്മാരെ വെട്ടിക്കളഞ്ഞപ്പോൾ അടുത്തത് ഇവരെ നയിച്ചുകൊണ്ടിരുന്ന ഇസബേലിനെയും കൂടെ വെട്ടേണ്ടതായിരുന്നു. രാജ്യത്തിന് വിടുതൽ വരണമെങ്കിൽ സീദോന്യ ദേവിയെയും കൊണ്ട് ഇസ്രയേലിലേക്ക് വന്നവളാണ് ഇസബേൽ. അസ്തരോത്തിനെയും കൂടെ കൊണ്ടുവന്ന് ഇസ്രയേലിൽ ഉറപ്പിച്ചവളാണ് ആ ഇസബേൽ. പിന്നത്തേതിലാണ് ഇസബേലിയ വ്യാപാരം. ഇസബേൽ ചെയ്ത മ്ലേച്ഛതകളും മന്ത്രവാദങ്ങളും ആവിചാരങ്ങളിൽ കൂടിയാണ് ഇസബേലിയ വ്യാപാരം എന്നുള്ള പേര് തന്നെ വെളിപ്പെട്ട് വന്നത്. സ്തോത്രം. ഈ പ്രവാചകന്മാരെ കൊന്നതിന് ശേഷം ഹല്ലേലൂയ വരുന്ന ആ ആത്മാവിന്റെ ശക്തിയോടെയുള്ള ഓട്ടത്തിൽ ഓടി വന്ന് കൊട്ടാരത്തിൽ കയറി ഇവളെയും വെട്ടേണ്ടതായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ഈ നമ്മളവിടെ വായിക്കുന്നു, ആഹാബിന്റെ കുതിരകളുടെ മുമ്പിൽ ഏലിയ ഓടി. യഹോവയുടെ കൈ വന്നപ്പോൾ ആഹാബിന്റെ രഥത്തിന്റെ കുതിരകൾ വലിക്കുന്ന രഥത്തിന്റെ മുമ്പിൽ ഏലിയാവെന്ന പ്രായമുള്ള അപ്പച്ചൻ ഓടി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ ഒരു സംഗതി നടന്നു. ജീസസ്. ഹല്ലേലൂയ. ആ കൊട്ടാരത്തിലേക്ക് കയറുന്നതിന് അല്പം മുൻപായി ഓടി കൊട്ടാരത്തിലേക്ക് കയറുവാൻ വന്ന ഏലിയാവിനെ തിരിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായി. ജീസസ്. നമുക്കറിയാം ഹൈവേയിലൊക്കെ നമ്മൾ നല്ല സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോഴാണ് കുറച്ച് മുന്നേ കാണും ടേക്ക് ഡൈവേർഷൻ. ഹല്ലേലൂയ ഒരു ബോർഡ് കാണും.
മഞ്ഞ ബോർഡ്, 2 കറുത്ത ബ്ലാക്കിലുള്ള ആരൊക്കെ വെച്ചിട്ട് ഡൈവേർഷൻ. ഇത് കാണുമ്പോഴേ സ്പീഡ് കുറച്ചു വന്ന ആളുകളൊക്കെ, കാരണം മറ്റു മുമ്പിലുള്ള വണ്ടികളെല്ലാം ഓവർടേക്ക് ചെയ്ത് ഈ ഏലിയാവ് ആഹാബിന്റെ രഥത്തെ ഓവർടേക്ക് ചെയ്ത് ഓടി വന്നതുപോലെ വന്നതാ. പക്ഷേ ഈ ബോർഡ് കണ്ടതോട് പോയി കടന്നുപോയി. ജീസസ് ഹല്ലേലൂയ. നമുക്കറിയാം, വന്ന വഴിയിൽ നിന്ന് ഇപ്പുറത്തെ ലൈനിലോട്ട് കയറി, ഇപ്പോഴത്തെ ഭാഗത്തോട്ട് കയറി, പിന്നെ സ്ലോയായി. മുമ്പിലെല്ലാം വണ്ടികളാണ്. സ്ലോയായി കുറെ നേരം ഓടിക്കഴിയുമ്പോഴേ അടുത്തൊരു പിന്നെയും കാണും ടേക്ക് ഡൈവേർഷൻ. ആ ഡൈവേർഷൻ കഴിഞ്ഞ് ഇപ്പുറത്ത് കയറി കുറെ ദൂരം കഴിയുമ്പോഴേ പഴയ സ്പീഡിലേക്ക് എത്തത്തുള്ളൂ. കണ്ട, ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത് കണ്ടോ? ഇവിടാണ് ഏലിയാവിന് സംഭവിച്ചു. ഓടി വന്ന വരവിൽ ചാടി അകത്ത് കയറി അവളെ വെട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ വരുന്നതിന് മുൻപൊരു മറ അവിടെ നിന്നു. ജീസസ് ഹല്ലേലൂയ. പിശാചിന്റെ ഒരു മറ അവിടെ നിന്നത് കൊണ്ട് ഡൈവേർഷൻ എന്നുള്ള ബോർഡ് അവിടെ വന്ന നിമിത്തം തിരിഞ്ഞുപോയി. അങ്ങനെ ഓടിയാണ് ബാല്യക്കാരനെ താമസിപ്പിച്ചിട്ട് പിന്നെയും അല്പം കൂടെ ഓടി ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നിട്ട് ദൈവത്തോട് കർത്താവേ മതി, എന്നെ എടുത്തോണേ എന്ന് പറയുന്നു. കണ്ടോ? ഹല്ലേലൂയ. രക്തത്താലിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വലിയ തീഷ്ണതയോടെ ഓടി വന്നിട്ട് ഒരു ചെറിയ ഡൈവേർഷൻ വന്നപ്പോൾ ക്ഷീണിച്ചു പോയ, പുറകോട്ട് പോയ, മങ്ങിപ്പോയ, ഉറങ്ങിപ്പോയ അനേകര് നമ്മുടെ മുമ്പിലുണ്ട്. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചേ, കുതിരകളോട് കൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഹല്ലേലൂയ. എങ്ങനെ മത്സരിച്ചോടും. കാരണം അപ്പുറത്തൊരു വൻകാടിന്റെ അനുഭവം നിൽക്കുകയാണ്. വൻകാടിന്റെ അനുഭവം. ജീസസ് ഹല്ലേലൂയ. എന്നാ കാര്യം അറിയാം? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന നമ്മൾ പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ അവിടെ എല്ലാം ഈ ഭൂമി, ഈ ദൈവജനം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മറ്റൊരുവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ഇസ്രയേലിന് വരുന്ന ആ മഹോ ഉപദ്രവത്തിനകത്ത് പിശാച് ചെയ്യുന്ന ക്രൂരതകൾ അതിപ്പോഴേ വെളിപ്പെടാൻ തുടങ്ങി. ജീസസ്. അതാ വൻകാടിന്റെ അനുഭവം. അത് അവർക്ക് മാത്രമല്ല, മുദ്രയേൽക്കാത്ത സകലരും, മാത്രമല്ല മുദ്ര ഏറ്റവർക്കും അത് ഇഷ്ടംപോലെ കിട്ടും. വൻകാടിന്റെ അനുഭവം നിൽക്കുക മുന്നിൽ. ജീസസ് ഹല്ലേലൂയ. ഇപ്പൊ ഈ കുതിരകളോടുകൂടെ ഓടുന്ന ഈ സമയത്ത്, ഇപ്പോഴത്തെ ഈ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ, ഇപ്പോഴത്തെ ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ ക്ഷീണിച്ചു പോയാൽ അറിയാതെ ഒരു ഡൈവേർഷൻ വരും, ഒരു മൂടുപടം വരും. മുന്നിൽ നിൽക്കുന്ന വൻകാട്ടിനകത്ത് പെട്ടുപോകും. പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഈ ഡൈവേർഷൻ വരുമ്പോഴും നീ ഇവിടെ ചാടിക്കടക്കത്തക്കണം ഒരാത്മബലം പ്രാപിച്ചാൽ ആ മൂടുപടം വീഴാതെ രക്ഷപ്പെടുവാനിടയാകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അർത്ഥപ്രവര യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി പോകുന്ന നേരത്തോ രാവിലെയോ ഏത് സമയത്ത് വരുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ പെട്ടെന്ന് വരുമ്പോൾ ഉറങ്ങുന്നവരായി കാണാതിരിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. ആത്മാ ഉണർന്നിരിക്കണം. ഇപ്പോൾ ഈ കുതിരകളുടെ മുമ്പിൽ ഓടേണ്ട സമയമാണ് നമ്മളുടെ ദൈവദിനത്തിന് വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ കുതിരകളുടെ മുമ്പിൽ ഓടേണ്ട സമയമാണ്. പൈശാചിക ശക്തികളുടെ മുന്നിൽ പിറകിൽ പോകാനല്ല, അവയുടെ മുമ്പിൽ. നോക്കിക്കേ, ഏലിയ പ്രവാചകൻ ദേശാധിപതിയാകുന്ന ആഹാബ് രാജാവിന്റെ രഥത്തിന്റെ മുമ്പിലാണ് ഓടിയത്. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു ചെറിയ റൂട്ട് മാറ്റം വന്നുപോയി. അതുകൊണ്ട് കർത്താവ് തള്ളിക്കളഞ്ഞെന്നല്ല പറയുന്നേ, കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ഏലിയ പറഞ്ഞു മതി കർത്താവേ എന്നെ എടുത്തോളെ എന്നാ പറഞ്ഞത്. പക്ഷെ എടുക്കുകയല്ല ചെയ്യുന്നത്. ജീസസ് എത്ര ശ്രേഷ്ഠമായ അനുഭവത്തിലേക്കാണ്. ഇന്നും മരണം കാണാതെ ജീവിക്കുന്നവരിൽ ഒരാളാണ് ഏലിയ പ്രവാചകൻ. ജീസസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. ഏലിയ പ്രവാചകനെ കുറിച്ച് 17-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമുണ്ട്.
എന്നാൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. അത്രയും പറയുന്നത്, വേറെ വിവരണങ്ങളൊന്നുമില്ല. എവിടെ നിന്നാ പറയുന്നത്? ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്നു. ദൂത് പറയാം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയുള്ള നാളുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ചെറിയ കാര്യമല്ല രാജാവിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോഴേ വെട്ടിക്കളയുന്ന, കൊന്നുകളയുന്ന ദൂതാ പറഞ്ഞത് ജീസസ്. പക്ഷേ ദൂതും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടും ബലത്തോടുമാ കടന്നു ചെന്നത്. അപ്പോ എവിടെയോ ഇരുന്ന ഇത് പ്രാപിച്ചോണ്ടാ പോയത്. വെറുതെ പോവില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഈ കുതിരകളുടെ മുൻപിൽ ഓടേണ്ട ഈ കാലത്ത് നമ്മൾ ഉറങ്ങിപ്പോയാൽ, ശീതവാനോ ഉഷ്ണവാനോ ആയാൽ അറിയാത്ത സമയത്ത് യജമാനൻ വരും. ജീസസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കാലത്ത് നാം ഉണർന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ? നീ പ്രാപിച്ചതും കേട്ടതും. അന്ന് പ്രാപിച്ചതാ, ഒരു കാലത്ത് പ്രാപിച്ചതാ, കേട്ടതാ. പക്ഷെ ഇപ്പൊ എന്തായിപ്പോയി? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ജീസസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്കൊന്നുകൂടെ തിരിഞ്ഞു നോക്കാം. നമ്മൾ എവിടാണോ ക്ഷീണിച്ചു പോയത്, എവിടാണോ ഇറങ്ങിപ്പോയത്, എവിടെയാണ് ആത്മാവെന്ന വിളക്ക് കെട്ടുപോയത്, തിരിഞ്ഞു നോക്കുവാനുള്ള നല്ല അവസരം ദൈവം തന്നിരിക്കും. ആത്മാവിന്റെ വിളക്ക് കെട്ടുപോയതിന്റെ തിക്ത അനുഭവങ്ങൾ കിട്ടി, ഇഷ്ടംപോലെ കിട്ടി. ജീസസ്. ഹല്ലേലൂയ. എന്നാ പിന്നെയും ദൈവാത്മാവ് ഇടപെടുകയാ. നീ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. പിശാച് ഇഷ്ടംപോലെ അടികൾ തന്നു, എന്നാലും ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ്. പഴയതിനേക്കാൾ വരി. പണ്ട് പ്രാപിച്ചതല്ല, പണ്ട് കേട്ടതല്ല, പുതിയത്. അതിനെ പറയും, ഇതാ ഞാൻ പുതിയതെന്ന്. ഇതാ പുതിയത് കേൾക്കാൻ ഏൽപ്പിച്ചേ. അതല്ലേ ലൂയ, പുതിയത് പ്രാപിക്കാൻ. യേശു പറഞ്ഞില്ലേ, ഇന്നത്തെ ആഹാരം അന്ന് ഓരോ ദിവസത്തേനുമുള്ളത് പ്രാപിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പുതിയ മർമ്മങ്ങൾ, പുതിയ മിസ്റ്ററീസ് ഹല്ലേലൂയ വെളിപ്പെടുത്തി തരും. അടുത്ത് ചെല്ലുവാൻ ആർത്തിയുണ്ട്. ഹല്ലേലൂയ. എന്റെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ള ഒരു ആർത്തിയുണ്ടോ? ജീസസ്. വചനത്തിലേക്ക് ഇറങ്ങിച്ചല്ല. വചനം കൊണ്ട് നമ്മുടെ അകം നിറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വചനം കൊണ്ട് ഹൃദയം നിറയുമ്പോൾ യേശുവിനോട് അടുക്കുവാൻ, യേശുവിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ നമുക്കിടയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി ആർത്തിയുണ്ടോ? പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ആർത്തി ഇല്ലെങ്കിൽ ഇടപെടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മസ്നാനം പ്രാപിക്കാത്തവരെ, അന്യഭാഷ കിട്ടാത്തവരില്ലേ? എന്തുകൊണ്ടാ? അവർക്ക് അതിന് ആർത്തിയില്ലാതെ പോയി. ജീസസ്. അവർക്ക് അതിനോടൊരു ഉത്സാഹം ഇല്ലാതെ പോയി. ആർത്തി ഉണ്ടായിരുന്നേൽ ചോദിച്ചു മേടിച്ചാലേ. ഹല്ലേലൂയ. ചോദിച്ചു മേടിക്കുവാനുള്ള ഉത്സാഹം ഇല്ലാതെ പോയതുകൊണ്ട് കിട്ടിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കുതിരകളുടെ മുൻപിലോടുന്ന സമയമായത്. ഒപ്പമല്ല. ദേശാധിപതിയാകുന്ന രാജാവ് കുതിരയുടെ പുറത്ത് കയറി, രഥത്തിൽ കയറി ഓടുമ്പോൾ ആ ദേശാധിപതിയുടെ ഒപ്പമല്ല, മുൻപിലോടാൻ. ദേശത്തെ പൈശാചിക മണ്ഡലങ്ങൾ നമുക്ക് മുൻപേ ഓടുമ്പോൾ അവയുടെ പുറകിലോടാനല്ല, മുൻപിലോടാൻ. ജീസസ്. നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. Thank you, Holy Spirit. Oh, thank you, Jesus. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. നൂറാറബാറിയ റബൽ ഖമനക ശാന്തരഗണകര അർത്ഥനപ്രവരക റൈഡി മറഖമനീതികര അജനഘടകമർ അന്ധൽപ്രവരക റൈഷപ്രവരക അസ്തരപ്രവരക റാംഷിപ്രവരക അൽക്കര അറബര ഹറക അറഗദന. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. ഓ ഹല്ലേലൂയ.
തിരയടിച്ച് കടലിലെ വെള്ളം കരയിലേക്ക് കയറി വരുന്നത് പോലെ ആത്മാവിന്റെ വലിയ പ്രവാഹം കയറി വരുന്ന കാഴ്ച ദൈവാത്മാ കാണിക്കുകയാണ്. ആർത്തിയുള്ളവരെ, പ്രിയമുള്ളവരെ മറക്കണ്ട, ഇത് ദുഷ്കാലമാണെങ്കിലും, ഇത് വൈശാചികമായ ശക്തികളുടെ പ്രവർത്തനങ്ങൾ അതിന്റെ ശക്തമേറിയ നിലയിൽ നടക്കുന്ന കാലമാണെങ്കിലും ആർത്തിയുള്ളവരിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പ്രവാഹം വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടനഘടകം മഞ്ഞമല ഇടിഞ്ഞു വീഴുന്നത് പോലെ ദൈവമഹത്വം ഇറങ്ങി വരും. ആർത്തിയുള്ളവരെ നിറയ്ക്കുവാനാ, എല്ലാവരുടെയും പകരാനല്ല, ആർത്തിയുള്ളവരെ നിറയ്ക്കുവാൻ. അവരത് കാണും, അനുഭവിക്കും ജീസസ്. കാരണം വരാൻ പോകുന്ന ആത്മപകർച്ചയിൽ അങ്ങനെയുള്ളവരെ പ്രയോജനപ്പെടുത്തുവാൻ ആർത്തിയോടെ കാത്തിരിക്കുന്നവരെ വരാൻ പോകുന്ന ആത്മപകർച്ചയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിനായി അവരുടെ മേൽ അത് ശക്തിയോടെ പകരുവാനിടയാണ്. നമുക്ക് ആർത്തിയോടെ അടുത്ത്. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. നറഹമറഖമനമസ് അർഗമനമ ശാന്തന ഘടകം റസ്തുര ഘടകം ഔറപ്രവരക റംഷേറുവരി ഹറഗാറിവര അർത്ഥരപ്രവര റൈഷപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഈ സ്റ്റീൽ പ്ലാന്റിൽ നിന്നൊക്കെ വലിയ ബാറുകൾ പോലെയുള്ള നീളത്തിലുള്ള അല്ലെങ്കിൽ ഗർഡർ പോലെയുള്ളത് ആ പ്ലാന്റിനകത്തുനിന്ന് ഈ ഉരുകിയ ആ ഇരുമ്പ് അത് ഒഴിച്ച് അതിങ്ങനെ ഒഴുകി പുറത്തേക്ക് ഓരോ ഡൈക്കകത്തൂടെ ഇറങ്ങി വരുമ്പോഴത്തേനും അതിങ്ങനെ നമ്മൾ അക്ഷരീയമായി തീ കത്തുന്ന കളറിൽ ചുമന്നിരിക്കും. വലിയ ഇതുപോലുള്ള വലിയ ബാറുകൾ വീതി പറയാൻ കഴിയാത്ത നിലത്തിലുള്ള വലിയ ബാറുകൾ ജീസസ് ഇറങ്ങി വരുന്നത് പോലെ കനമേറിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അതിനെ തടയാൻ ഈ ഉറുമ്പിനെ ആന ചവിട്ടയിൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ പൈശാചിക ശക്തികൾ എങ്ങനെ കൈയൊക്കെ പൊക്കി പൊട്ടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇത് വന്ന് വീണ് അമർന്ന അവ തകരുന്നൊരു കാഴ്ച ദൈവന്മാർ കാണിക്കുക. ആർത്തിയുള്ളവർ എഴുന്നേൽക്കട്ടെ, ആർത്തിയുള്ളവർ എഴുന്നേൽക്കട്ടെ. അവരെ കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തും. മറുവശത്ത് എത്ര ശക്തമായി നിന്നാലും ആർത്തിയുള്ളവരോട് ആത്മാവ് തീ പിടിച്ചോടാൻ, ആത്മാവിൽ തീ പിടിക്കുവാൻ ആർത്തിയുള്ളവരുണ്ടോ ഹല്ലേലൂയ. അവരെ പ്രയോജനപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ഈ ദേശത്തൂടെ ഓടുന്ന കുതിരകളുടെ മുൻപിൽ ഓടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ യജമാനനാകുന്ന കർത്താവ് സന്ധ്യയ്ക്കും അർദ്ധരാത്രിക്കും കോഴികൂമ്പഴും രാവിലെയും ഇനി ഉച്ചയ്ക്കും ഏത് സമയത്ത് വന്നാലും ഹല്ലേലൂയ ആ കാഹളം ധ്വനിക്കുന്ന നിമിഷം പറന്നു പോകുവാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കാൻ നമ്മളെ തന്നെ നമുക്ക് ഈ കാലത്ത് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ബന്ധപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സൗവാസം നിങ്ങൾ പ്രാർത്ഥിച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് മുതൽ കർത്താവിന്റെ വരുവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനകടനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമീൻ. രാജാവായ യേശുവേ, വേഗം പറഞ്ഞു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.